Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത BLO ഏറ്റുകുടക്കയിലെ അനീഷ് ജോർജിന്റെ മൃതദേഹം അന്ത്യോപചാര ചടങ്ങുകൾക്ക് ശേഷം അടക്കം ചെയ്തു. അനീഷ് ജോർജിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും നാട്ടുകാരും ബന്ധുക്കളും ഏറ്റുകുടക്കയിലെ വീട്ടിലെത്തി. നിർബന്ധപൂർവം SIR നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികളുടെ ഇരയാണ് BLO അനീഷ് ജോർജ് എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. ഏറ്റുകുടക്കയിൽ BLO ആത്മഹത്യ ചെയ്തത് CPMന്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നെന്ന് BJP. അനീഷിന്റെ മരണം CPIMന്റെ മേൽ ചാരി രാഷ്ട്രീയ മുതലെടുപ്പിന് ചിലർ ശ്രമിക്കുന്നുവെന്ന് CPIM. ഓരോ ദിവസവും മാറ്റങ്ങൾ കൊണ്ടുവന്ന് BLOമാരെ അധികൃതർ വശം കെടുത്തുന്നുവെന്ന് BLO കൂട്ടായ്മ. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് കരിവെള്ളൂരിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് പാർട്ടി വിട്ടു. കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സന്തോഷ് കുണിയനാണ് കരിവെള്ളൂർ 14-ാം വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ BJP പ്രീണനം ആരോപിച്ച് കോൺഗ്രസ് വിട്ടത്. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആരാധനാ മഹോത്സവത്തിന് തുടക്കമായി. TI മധുസൂദനൻ MLA സാംസ്കാരിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം M മുകേഷ് MLA ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത BLO ഏറ്റുകുടക്കയിലെ അനീഷ് ജോർജിന്റെ മൃതദേഹം അന്ത്യോപചാര ചടങ്ങുകൾക്ക് ശേഷം അടക്കം ചെയ്തു. അനീഷ് ജോർജിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും നാട്ടുകാരും ബന്ധുക്കളും ഏറ്റുകുടക്കയിലെ വീട്ടിലെത്തിയിരുന്നു. ഞായറാഴ്ച പുലർച്ചെയാണ് ഏറ്റുകുടക്ക ഗാന്ധി സെന്ററിന് സമീപം താമസിക്കുന്ന കുന്നരു UP സ്കൂളിലെ പ്യൂൺ അനീഷ് ജോർജിനെ വീടിന്റെ മുകൾ നിലയിലെ ഹാളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പയ്യന്നൂർ മണ്ഡലം 18-ാം ബൂത്ത് BLO ആയിരുന്നു അനീഷ് ജോർജ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ ജോലിയുമായി ബന്ധപ്പെട്ട് കടുത്ത ജോലി സമ്മർദ്ദമുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. അനീഷ് ജോർജിന്റെ പൊതുദർശന ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും നാട്ടുകാരും പങ്കെടുത്തു. നിരവധി പേരാണ് അനീഷ് ജോർജിനെ അവസാനമായി കാണാൻ എത്തിച്ചേർന്നത്. മുതിർന്ന CPM നേതാവ് EP ജയരാജൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, TI മധുസൂദനൻ MLA തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. മൃതദേഹം അന്ത്യോപചാര ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് 3:15 അടക്കം ചെയ്തു. ഏറ്റുകുടക്കയിലെ ജോർജ് മാഷിന്റെയും മേരി ടീച്ചറുടെയും മകനാണ്. ഭാര്യ ഫാബില, മക്കൾ ലീവിയ, ജുവാൻ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ആലപ്പടമ്പ് ഏറ്റുകുടക്കയിൽ ആത്മഹത്യ ചെയ്ത BLO അനീഷ് ജോർജിന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ അന്തിമോപചാരം അർപ്പിച്ചു. രാവിലെ വീട്ടിലെത്തിയാണ് MV ജയരാജൻ അന്തിമോപചാരം അർപ്പിച്ചത്. ആലപ്പടമ്പ് ഏറ്റുകുടക്കയിൽ ഇന്നലെ ആത്മഹത്യ ചെയ്ത BLO അനീഷ് ജോർജിന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ അന്തിമോപചാരം അർപ്പിച്ചു. അനീഷ് ജോർജിന്റെ പിതാവിനെയും മാതാവിനെയും അദ്ദേഹം ആശ്വസിപ്പിച്ചു. T തമ്പാൻ, MV സുനിൽകുമാർ തുടങ്ങിയവരും MV ജയരാജനൊപ്പമുണ്ടായിരുന്നു. ഏറെ നേരം അനീഷ് ജോർജിന്റെ വീട്ടിൽ നിന്നതിനു ശേഷമാണ് MV ജയരാജൻ മടങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. നിർബന്ധപൂർവം SIR നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികളുടെ ഇരയാണ് BLO അനീഷ് ജോർജ് എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. ഇനിയൊരാൾക്കും ഇത്തരം ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ലെന്നും MV ജയരാജൻ ഏറ്റുകുടക്കയിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ജോലി തീരാത്തതുകൊണ്ട് രാത്രി കുറേ ദിവസങ്ങളിലായി ഉറക്കമൊഴിഞ്ഞ് ചെയ്യുകയായിരുന്നു. കുറച്ച് വീടുകളിൽ എന്യൂമറേഷൻ ഫോറം കൊടുക്കാൻ ബാക്കിയുണ്ടായി.
ഓരോ മണിക്കൂറും ഓരോ ദിവസവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ വിളിച്ച് എന്യൂമറേഷൻ ഫോറം മുഴുവൻ വോട്ടർമാരിലും നൽകിയോ എന്ന് തുടർച്ചയായി ചോദിക്കുന്നത് മൂലം അദ്ദേഹത്തിൻ്റെ ടെൻഷൻ വർദ്ധിച്ചു വന്നു. നേരത്തെ പല ബൂത്ത് ലെവൽ ഓഫീസർമാരോടും പറഞ്ഞത് നവംബർ 15-നകം എന്യൂമറേഷൻ ഫോറം മുഴുവൻ വോട്ടർമാർക്കും എത്തിക്കണമെന്നായിരുന്നു. അത് അനീഷ് ജോർജിനെ സംബന്ധിച്ചിടത്തോളം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് നവംബർ 15 തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാകാം അക്കാര്യം. മാത്രമല്ല 30,000-ഓളം ഉദ്യോഗസ്ഥന്മാരിൽ മഹാഭൂരിപക്ഷവും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ജോലിയും SIRൻ്റെ ജോലിയും ചെയ്യേണ്ടി വരുന്നു. മനുഷ്യസാധ്യമല്ലാത്തത് അടിച്ചേൽപ്പിക്കുക. യഥാർത്ഥത്തിൽ നിർബന്ധപൂർവ്വ SIR നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയുടെ ഇരയാണ് അനീഷ് ജോർജ്. ഇനിയൊരു അനീഷ് ജോർജിന് ഇത്തരമൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഞങ്ങൾക്ക് എല്ലാ അധികൃതരോടും ആവശ്യപ്പെടാറുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇടപെടണം, തീയതിയിൽ മാറ്റം വരുത്തും. അത് ചെയ്യുന്നില്ലെങ്കിൽ അനീഷ് ജോർജിൻ്റെ മരണം മൂലം ദുഃഖമനുഭവിക്കുന്ന കുടുംബങ്ങളോടും നാടിനോടും സമൂഹത്തോടും നീതി പുലർത്താത്ത നടപടിയാണ്. അനീഷ് ജോർജിൻ്റെ മരണത്തിൽ ദുഃഖമനുഭവിക്കുന്ന കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരും. കണ്ണൂർ ഏറ്റുകുടുക്കിയിൽ BLO ആത്മഹത്യ ചെയ്തത് CPMന്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നെന്ന് BJP ആരോപിച്ചു. അനീഷ് ജോർജിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ CPM പ്രാദേശിക നേതാക്കന്മാർ കുടുങ്ങുമെന്നും BJP ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ പറഞ്ഞു. CPM ഗുണ്ടായിസത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് പയ്യന്നൂർ നിയോജക മണ്ഡലം 18-ാം നമ്പർ BLO അനീഷ് ജോർജ് മരണം സംഭവിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശാനുസരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും BLAമാരെ ഒപ്പം കൂട്ടണം എന്നുള്ളതാണ്. BJPയുടെ BLA ഉണ്ട്, കോൺഗ്രസിന്റെ BLA ഉണ്ട്, CPMന്റെ BLA ഉണ്ട്. എന്നാൽ CPMന്റെ BLA അല്ലാതെ മറ്റുള്ളവരാരെയും കൂട്ടാൻ പാടില്ല എന്ന നിരന്തരമായിട്ടുള്ള അനീഷ് ജോർജിന് മേലുള്ള CPMന്റെ സമ്മർദ്ദം, ഭീഷണി അത് നിരന്തരമായിട്ടുണ്ടായതാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹം BLAമാരോട്, മറ്റു പാർട്ടിയുടെ BLAമാരോട് ഈ കാര്യം സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഇത് സംബന്ധമായ പരാതി ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുമുണ്ട്. BLAമാർ ഇത് സംബന്ധമായ പരാതി ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുമുണ്ട്. എന്നാൽ ആ പരാതിക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രമിച്ചില്ല. ഇവിടെ ഉണ്ടായിരിക്കുന്നത് SIR എന്ന സംവിധാനം അട്ടിമറിക്കാൻ വേണ്ടി CPM നടത്തുന്ന ബോധപൂർവമായ ശ്രമം. ആ ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റുകുടുക്കിയിൽ BLO ആത്മഹത്യ ചെയ്തത് CPIMന്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നെന്ന് BJP നേതൃത്വം. അനീഷ് ജോർജിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ CPM പ്രാദേശിക നേതാക്കന്മാർ കുടുങ്ങുമെന്നും BJP ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ പറഞ്ഞു. ഏറ്റുകുടുക്കിയിൽ ആത്മഹത്യ ചെയ്ത BLO അനീഷ് ജോർജിന്റെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം. പനക്കീൽ ബാലകൃഷ്ണൻ, ഗംഗാധരൻ കാളീശ്വരം, BJP പെരിങ്ങോം മണ്ഡലം പ്രസിഡന്റ് A സുനിൽകുമാർ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. അനീഷിന്റെ മരണം CPMന്റെ മേൽചാരി രാഷ്ട്രീയ മുതലെടുപ്പിന് ചിലർ ശ്രമിക്കുന്നുവെന്ന് MV സുനിൽകുമാറും T തമ്പാനും അനീഷിനും കുടുംബത്തിനും എപ്പോഴും സഹായവുമായി തങ്ങളാണ് കൂടെയുണ്ടായിരുന്നതെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു. അനീഷ് ജോർജിന്റെ മരണം ഈ നാടിനെ തന്നെ വലിയ നടുക്കത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലെ മുതൽ ഞാനും പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം ഈ മരണവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതുകൊണ്ട് ഇവിടെ തന്നെയാണ് നമ്മളുള്ളത്. എന്നാൽ ഇന്നു മുതൽ ഈ മരണത്തെ തന്നെ പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് ഇവിടെ BJPയുടെ ആളുകൾ ഇപ്പോൾ തൊട്ട് മുമ്പേ വന്നിട്ട് ഇവിടെ പറഞ്ഞു പോകുന്നത്. പ്രാദേശികമായിട്ടുള്ള CPMന്റെ സമ്മർദ്ദം മൂലമാണ് അനീഷ് ജോർജ് മരിച്ചതെന്നുള്ള കള്ളപ്രചരണമാണ് അവർ പ്രയോഗിക്കുന്നത്. കാരണം SIRനെതിരെ BJPക്ക് പറയാൻ വേണ്ടി പറ്റില്ല. BJPക്കാരാണ് SIR കൊണ്ടുവന്നത്. നാട്ടിൽ പൊതുവെ ഈ SIRനെതിരെ പൊതുവികാരം ഉണ്ടാക്കുമ്പോൾ
അതിൻ്റെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കള്ളത്തരമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നത്. ബി ജെ പിയുടെ നേതാക്കന്മാർ പറയുന്നത് കാങ്കോലാലപ്പുഴ ഗ്രാമപഞ്ചായത്ത് CPM-ന് വലിയ സ്വാധീനമുള്ള പഞ്ചായത്താണ്. അത് ഇന്ന് തുടങ്ങിയൊന്നല്ല. MPM കുഞ്ഞികൃഷ്ണൻ നമ്പീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ തുടങ്ങി വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഈ പാർട്ടിയും ഈ നാടിനകത്ത് വലിയ ത്യാഗപൂർണ്ണമായിട്ട് പ്രവർത്തനം കാഴ്ചവെക്കുന്ന പാർട്ടി വളർന്നത്. രക്തസാക്ഷികൾ ഉൾപ്പെടെ സമ്മാനിച്ചിട്ടുള്ള നാടാണ് ഈ കാങ്കോലാലപ്പുഴ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഈ പഞ്ചായത്തിനകത്ത് പാർട്ടി വളർന്നത് എന്തെങ്കിലും കുറ്റം കൊണ്ടാണോ? ഇപ്പോൾ ഇവിടെ അനീഷിൻ്റെ കുടുംബം, ജോർജ് മാഷിൻ്റെ കുടുംബം എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ സമീപിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരനെ BJP-കാരനല്ല. അങ്ങനത്തെ ഒരു കോൺഗ്രസ്സുകാരനോ BJP-കാരനോ പേരിന് പോലും ഇല്ലാത്തൊരു നാട്ടിൽ അവർക്ക് വേണ്ടത് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് CPM-ആണ്. ഇവിടുത്തെ പ്രാദേശികമായിട്ട് പാർട്ടി ലോക്കലാണ്. സ്വാഭാവികമായിട്ടും ആ ലോക്കലിന് നല്ല സഹകരണത്തോട് കുടുംബം പോകും. ഇന്നലെ ജോർജ് മാഷിനെ പറഞ്ഞല്ലോ. എന്നിട്ട് ഇവിടെ നിന്ന് കണ്ണൂരിൽ നിന്നെല്ലാം കുറേ ആളുകൾ വന്ന് ഈ പ്രാദേശികമായിട്ട് CPM-നെയും എല്ലാം താറടിച്ച് കാണിച്ച് പോയാൽ അതൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. അനീഷിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ, ആ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കാൻ CPI-എം തയ്യാറാകുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓരോ ദിവസവും മാറ്റങ്ങൾ കൊണ്ടുവന്ന് BLO-മാരെ അധികൃതർ വശം കെടുത്തുന്നുവെന്ന് BLO കൂട്ടായ്മ. ഈ ജോലിക്ക് ശാരീരികമായും മാനസികമായും പ്രാപ്തരാകാത്തവരെ ഒഴിവാക്കാൻ തങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് സംസ്ഥാന പ്രസിഡന്റ് അശോക് കുമാറും സെക്രട്ടറി രമേശൻ PM ഏറ്റുകുടുക്കിയിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അനീഷ് ജോർജിൻ്റെ ആകസ്മിക വേർപാടിൽ BLO കൂട്ടായ്മ ആദരാഞ്ജലിയർപ്പിക്കുകയാണ്. തികച്ചും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്നലെ നടന്നത്. നമ്മുടെ പുതിയ SIR-മായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോമും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യലും ഒക്കെ ചെയ്യുന്ന ഭാഗമായി സമ്മർദ്ദം എന്നാണ് പൊതുവെ വിലയിരുത്തിയത്. തീർച്ചയായും BLO-മാർ ഇത്തരത്തിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നേരത്തെ ഉള്ളതിനേക്കാൾ അധിക ജോലിഭാരമാണ് ഈ പ്രാവശ്യം SIR-ൻ്റെ ഭാഗമായി ഓരോ BLO-ക്കും വന്നുവിട്ടത്. അതിന് വേണ്ടത്ര സമയം അനുവദിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങൾ ഇനിയും ഇല്ലാതിരിക്കണമെങ്കിൽ ആവശ്യമായ സമയം ദീർഘിപ്പിച്ച് നൽകിക്കൊണ്ടോ ഇതിന് പരിഹാരം കാണണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിലവിലുള്ളത് ഒരു മാസമാണ്. അത് 15 ദിവസം കൂടി കൂട്ടി നൽകണം എന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത്. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ് ഈ പ്രോസസ്സിങ്ങിൻ്റെ പീരീഡ് വെച്ചിട്ടത്. സാധാരണ സെൻസസ് പോലുള്ള പ്രവർത്തനത്തിനേക്കാൾ ബാഹുല്യമുള്ള പ്രവർത്തനമാണ്. സെൻസസിന് പോലെ ഈവൺ 3 മാസം സമയം അനുവദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ സംസ്ഥാന ഇലക്ട്രൽ ഓഫീസറോട് 2 മാസം കൂടി അനുവദിച്ചിരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമയം ദീർഘിപ്പിച്ചുകൊണ്ട് വോട്ടർമാരെ ശരിയായ അപ്ഡേഷൻ, കുറ്റമറ്റ വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ശ്രമകരമായ പ്രവർത്തനം BLO-മാർ ചെയ്യുന്നുണ്ട്. അതിനാവശ്യമായ സഹായങ്ങൾ ഈ കൂട്ടായ്മ നമ്മുടെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് കരുവള്ളൂരിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് പാർട്ടി വിട്ടു. കരുവള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സന്തോഷ് കുണിയനാണ് കരുവള്ളൂർ 14-ാം വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ BJP പ്രീണനം ആരോപിച്ച് കോൺഗ്രസ് വിട്ടത്. പയ്യന്നൂരിൽ വാർത്താ സമ്മേളനത്തിലാണ് സന്തോഷ് തീരുമാനമറിയിച്ചത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം വന്നതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയുമായി അകന്നിക്കണം എന്ന് എനിക്ക് തോന്നിയത്. നമ്മുടെ രാഷ്ട്രീയ തലത്തിൽ, ദേശീയ തലത്തിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് BJP എന്ന ഒരു ശക്തിയാണ്. അതുപോലുള്ള BJP-യുമായി അന്തർധാര നടത്തുന്ന കരുവള്ളൂരിലെ കോൺഗ്രസിൻ്റെ ഏകാധിപത്യം കാത്തു സൂക്ഷിക്കുന്ന പുതിയ മണ്ഡലം പ്രസിഡന്റിൻ്റെ ഇത്തരം പ്രവർത്തിക്കെതിരെയാണ് ഞാൻ ഈ പാർട്ടിയിൽ നിന്നും പിന്മാറുന്നത്. മണ്ഡലം പ്രസിഡന്റ് വന്നത് തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനോട് കൂടിയാണ് ഈ കോൺഗ്രസിലേക്ക് എത്തുന്നത്. അന്ന് മണ്ഡലം പ്രസിഡന്റ് വരുമ്പോൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടല്ല ഈ മണ്ഡലം പ്രസിഡന്റ്, ഇപ്പോൾ നിലവിലുള്ള മണ്ഡലം പ്രസിഡന്റ് ഷീബ മുരളി വന്നത്. അന്ന് കൊടച്ചിഹ്നത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് വന്നത്. ഞാൻ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച ഒരാളാണ്. ഞാൻ മത്സരിച്ചത് കൈപ്പത്തി ചിഹ്നത്തിലാണ്. അതിനു മുന്നേ EP തമ്പാൻ മാഷിക്കെതിരെ കൈപ്പത്തി ചിഹ്നത്തിൽ കരുവള്ളൂരിൽ ഓണക്കുന്ന് വാർഡിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. അത്തരം ഒരു പ്രവർത്തനവുമായി പോകുന്ന ഈ നേതൃത്വത്തിന് കീഴിൽ ഇനി പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു പത്രസമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇടവന്നത്. തുടർന്നും എൻ്റെ പൊതുപ്രവർത്തനം തുടരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ആരാധനാ മഹോത്സവത്തിന് തുടക്കമായി. TI മധുസൂദനൻ MLA സാംസ്കാരിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു.
സിനിമാ താരം എം മുകേഷ് MLA ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ആരാധനാ മഹോത്സവം തുടങ്ങി. ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ശ്രീഭൂതബലിയോടെയാണ് ആരാധനാ ഉത്സവത്തിന് തുടക്കമായത്. സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. AV മാധവ പൊതുവാൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നടനും MLAയുമായ എം മുകേഷ് MLA ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു, കണ്ണോത്ത് വേണുഗോപാലൻ, ട്രസ്റ്റി അംഗങ്ങളായ അനിൽ പുത്തലത്ത്, AK രാജേഷ്, ശ്രീനിവാസൻ കാമ്പ്രത്ത്, രഘു കലിയന്തിൽ, രാജു അത്തായി, KV പ്രകാശ് ബാബു, VA കലേഷ് കുമാർ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ രാമനാഥൻ, K ശിവകുമാർ, CK രാജേഷ്, R പ്രമീള, ജനറൽ കൺവീനർ VP സുമിത്രൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ KP സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നാടകം അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മൃഗങ്ങളുടെയും കാർട്ടൂൺ കഥാപാത്രങ്ങളുടേതടക്കം 13ഓളം ശില്പങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് പിലാത്തറയിലെ പ്രശസ്ത ശില്പി നാരായണൻ നരീക്കാംവള്ളി. ഗാന്ധിജി, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ നിരവധി പ്രശസ്തരായ ആൾക്കാരുടെ ശില്പങ്ങൾ ഇതിനു മുമ്പ് ഈ കലാകാരൻ നിർമ്മിച്ചിട്ടുണ്ട്. നിരവധി ശില്പങ്ങൾ പണി കഴിപ്പിച്ച പ്രശസ്ത ശില്പി നാരായണൻ നരീക്കാംവള്ളിക്കൊപ്പാണ് ഇന്ന് നമ്മളുള്ളത്. ഇപ്പൊ കണ്ട ശില്പങ്ങൾ, പലതരത്തിലുള്ള ശില്പങ്ങളുണ്ടല്ലോ, അതെന്തിനു വേണ്ടി ചെയ്തതാ? പാർക്കിലേക്ക് വേണ്ടി ചെയ്തതാണ്. എന്തൊക്കെ, അതായത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലെ? അവതാർ അതുപോലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ പാർക്കിലേക്ക് വേണ്ടി തന്നെയാണ്? എല്ലാം പാർക്കിലേക്ക് വേണ്ടി ചെയ്തതാണ്. 13 ഐറ്റംസ് ഉണ്ട് മൊത്തത്തില്. കരടിയുണ്ട്, പിന്നെ പുലിയുണ്ട്, സിംഹമുണ്ട്, എല്ലാം ഉണ്ട്. പാർക്കിലേക്ക് വേണ്ട ഒരു വകയെല്ലാം ഉണ്ട്. വേറെ ഏതൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? വേറെ ഗാന്ധിജിനെ ചെയ്തിട്ടുണ്ട്, പിന്നെ വിവേകാനന്ദൻ, പിന്നെ AKG അതുപോലുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എത്ര കാലമായി ഈ ഒരു ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി? ഏകദേശം 20 വർഷത്തിനടുത്തായി. 20 വർഷം ആവാനായി. സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു. ഏതൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? സിനിമയിൽ അനാർക്കലി ചെയ്തിട്ടുണ്ട്, മുന്തിരിവള്ളികൾ കുറേ ചെയ്തിട്ടുണ്ട്. 14 വർഷമായി ഞാൻ സിനിമയിൽ തന്നെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇപ്പം കുറച്ച് ഒരു കൊല്ലത്തിനടുത്തായി കുറച്ച് വീട്ടിൽ നിൽക്കുന്നു. ശില്പത്തിൻ്റെ വർക്ക് ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ വർക്കിനിപ്പം ശില്പത്തിൻ്റെ വർക്കിനിപ്പോൾ ഒരു കൊല്ലമായി തുടങ്ങിയിട്ട്. ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ശില്പം ഏതാണ്? ഏറ്റവും വലിയ ശില്പം പിന്നെ ദുബായ് ഫെസ്റ്റിവലിന് ചെയ്തതാണ്. അതായത് 20 അടി ഹൈറ്റ് ഉണ്ടാവും. അത് ഒരു സോൾജിയറെ ശില്പമാണ്. ജപ്പാൻ്റെ സോൾജിയറെ ശില്പം ചെയ്തിട്ടുള്ളത്. അത് തെർമോക്കോളില ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ ചെയ്തേക്കുന്ന ഈ ഒരു അവതാരം അതുപോലുള്ള ജിറാഫ്, ഇതൊക്കെ ഏത് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്? ഇത് ആദ്യം ക്ലയർ ചെയ്തു, പിന്നെ സാധാരണ എല്ലാം ചെയ്യുന്ന പോലെ ആദ്യം ക്ലയർ ചെയ്തു, പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ മോൾഡ് എടുത്തിട്ട് ഫൈബറിലേക്ക് മാറ്റി. ഇതെല്ലാം ഫൈബറിലാണ് ചെയ്തിട്ടുള്ളത്. ഫൈബറാകുമ്പോൾ ലാസ്റ്റ് ചെയ്യും. സിമെന്റ് ആകുമ്പോൾ കുറച്ച് കഴിയുമ്പം അതിന്റെ ക്വാളിറ്റി കുറയുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതിപ്പോൾ ഫൈബറിലാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും പിലാത്രയിലെ ഒരു പ്രശസ്തമായ ഒരു ശില്പി തന്നെയാണ് നാരായണൻ ചേട്ടൻ. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ MV ദീപു, K സജീവ് കുമാർ, M രജീഷ് ബാബു എന്നിവർക്ക് COA കണ്ണൂർ ജില്ലാ കമ്മിറ്റി കെട്ടിവെക്കാനുള്ള തുക കൈമാറി. പയ്യന്നൂർ COA ഭവനിൽ നടന്ന ചടങ്ങിൽ COA ജില്ലാ ട്രഷറർ AV ശശികുമാർ തുക കൈമാറി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനിലെ പല മെമ്പർമാരും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. മത്സരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും കെട്ടിവെക്കാനുള്ള തുക നൽകുവാൻ COA കണ്ണൂർ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മത്സരരംഗത്തുള്ള കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ നിന്നും മത്സരിക്കുന്ന MV ദീപു, മാടായി പഞ്ചായത്തിൽ നിന്നും മത്സരിക്കുന്ന K സജീവ് കുമാർ, തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ നിന്നും മത്സരിക്കുന്ന M രജീഷ് ബാബു എന്നിവർക്ക് COA കണ്ണൂർ ജില്ലാ കമ്മിറ്റി കെട്ടിവെക്കാനുള്ള തുക കൈമാറി.
പയ്യന്നൂർ സിഒഎ ഭവനിൽ നടന്ന ചടങ്ങിൽ സിഒഎ ജില്ലാ ട്രഷറർ AV ശശികുമാർ തുക കൈമാറി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പാണ് ഇവിടെ ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നോടിയായി കേരളത്തിൽ അങ്ങോളമില്ല കേബിൾ ടി വി ഓപ്പറേറ്റർമാർ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും തിരഞ്ഞെടുപ്പ് നേരിടുകയാണ്. അതിൻ്റെ ഭാഗമായി പയ്യന്നൂർ നോർത്ത് മേഖലയിലും സൗത്ത് മേഖലയിലെ ഓപ്പറേറ്റർമാർ ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രഭാത്കുമാർ KV, രാജൻ KV, പ്രസാദ് PP, പ്രദീപൻ CK തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഒരു പ്രത്യേക പ്രദേശത്തെ BJPയെ പരാജയപ്പെടുത്താനുള്ള ചിന്തയിൽ നിന്നാണ് ഇന്ത്യ സഖ്യം രൂപപ്പെടുന്നത്. അത് എക്കാലത്തേക്കുമുള്ള ഒരു പരിഹാരമല്ലെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് P. സന്തോഷ് കുമാർ കരുവള്ളൂരിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ധാരാളം തെറ്റായ വിശ്വാസങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിലല്ല, പൊതുവിൽ ആളുകൾ ധരിക്കുന്നത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു മുന്നണിയാണ്. അതങ്ങനെയല്ല. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഒരു ധാരണ മാത്രം. അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ധാരണ എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ആ ധാരണക്കകത്ത് മാറ്റം വരികയും ചെയ്യും. സംസ്ഥാനങ്ങളിൽ പരസ്പരം പോരടിക്കുന്ന കക്ഷികൾ അതിൻ്റെ ഭാഗമായിട്ട് പൊതുവിൽ പ്രവർത്തിക്കും. അത് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭരണഘടനയും മതനിരപേക്ഷ മൂല്യങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയുമെല്ലാം സംരക്ഷിക്കപ്പെടണമെന്ന് പൊതുവിൽ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനങ്ങൾ, BJP സംഘപരിവാര ആശയങ്ങൾക്കെതിരെ ചിന്തിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മയായിട്ടാണ് അതിനെ നിൽക്കുന്നത്. അതിനിപ്പോൾ പ്രത്യയശാസ്ത്രപരമായ ചില പരിമിതികളുണ്ട്, സംഘടനാപരമായ കുറേ പരിമിതികളുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് BJPയെ പരാജയപ്പെടുത്താനുള്ള മാർഗം എന്താണ്? ആ ആലോചനയിൽ നിന്നാണ് ഇന്ത്യ സഖ്യം രൂപപ്പെട്ടു വരുന്നത്. അതിനർത്ഥം അതാണ് ആത്യന്തികമായ അത് എല്ലാ കാലത്തേക്കും ഇന്ത്യയുടെ ഈ BJP വിരുദ്ധ പോരാട്ടത്തിന്റെ വഴി നിശ്ചയിക്കുന്നത് അതാണ് എന്നൊന്നുമല്ല. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല ഈ സംശയം ഓർമ്മയുണ്ട്. മധ്യപ്രദേശിലും അതുപോലെ മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും ഒക്കെ തെരഞ്ഞെടുപ്പ് പരാജയം സംഭവിച്ചപ്പോൾ ഇതിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ മറ്റൊരു മാർഗമില്ല എന്നുള്ളത്. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിവർത്തന സന്ദേശ യാത്ര നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ഇടത് ദുർഭരണത്തിനെതിരെ, വികസന വിരുദ്ധ നിലപാടുകൾക്കെതിരെ, അഴിമതിക്കെതിരെ, കെടുകാര്യസ്ഥതയ്ക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിവർത്തന സന്ദേശയാത്ര നടത്തി. പരിവർത്തന സന്ദേശയാത്ര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പുഞ്ചക്കാട്, കൊറ്റി, കേളോത്ത്, മഹാദേവ ഗ്രാമം, LIC ജംഗ്ഷൻ, കൊക്കാനിശ്ശേരി VP സ്മാരകം തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ നടത്തിയ പരിവർത്തന സന്ദേശയാത്ര പെരുമ്പയിൽ സമാപിച്ചു. ഒയാസിസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് മദ്യ വ്യവസായിക്ക് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ എലപ്പള്ളി പഞ്ചായത്തിൽ 25 ഏക്കർ ഭൂമി മണ്ണിട്ട് നികത്താൻ, വെറ്റ്ലാൻഡ് മണ്ണിട്ട് നികത്താൻ അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി എതിരായി നിന്നപ്പോ ആ എതിർപ്പിനെ മറികടന്ന് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും മന്ത്രിസഭയും പ്രത്യേകമായ ഓർഡിനൻസ് ഇറക്കി. എന്താ ഓർഡിനൻസ്? ചതുപ്പ് നിലങ്ങൾ മണ്ണിട്ട് മൂടി അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇനി പയ്യന്നൂരിലെ മുനിസിപ്പാലിറ്റിക്കോ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ അധികാരമില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോറോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിവർത്തന സന്ദേശ യാത്ര കൂർക്കരയിൽ നിന്ന് ആരംഭിച്ച് പെരുമ്പയിൽ സംഗമിച്ചു. അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. പ്രശാന്ത് കോറം നയിച്ച മണ്ഡലം തല പരിവർത്തന സന്ദേശയാത്ര അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് മുരളി പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. MV ഉണ്ണികൃഷ്ണൻ, NV രഘുനാഥ്, KV മോഹനൻ, K പ്രേമൻ, K രാജീവൻ, P പ്രകാശൻ, K രമേശൻ, രജനി രമേശൻ, ഗോകുൽ ഗോപി, അർജുൻ കോറോം, ഉഷ കച്ചേരി, അബൂബക്കർ P എന്നിവർ പ്രസംഗിച്ചു. വെള്ളൂർ പയ്യന്നൂർ മണ്ഡലം പദയാത്രയോടൊപ്പം പരിവർത്തന സന്ദേശയാത്ര പെരുമ്പയിൽ സംഗമിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
LDF കുഞ്ഞിമംഗലം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആണ്ടാംകോവിലിൽ നടന്നു. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. LDF കുഞ്ഞിമംഗലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആണ്ടാംകോവിലിൽ നടന്നു. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. അഭിമാനപൂർവ്വം ഈ നാടിന്റെ ജനതയോട് പങ്കുവെച്ചുകൊണ്ട് വികസന തുടർച്ചയ്ക്കായി ഈ നാടിനെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് അഭിമാനപൂർവ്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ 9.5 വർഷം പൂർത്തീകരിക്കുകയാണ് പിണറായി വിജയൻ ഗവൺമെന്റ്. 2016 നവകേരളം യാഥാർത്ഥ്യമാക്കുക മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കേരളത്തിൽ പതിയെ പതിയെ നവകേരളം എന്നതിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും കരുത്തോടെ കരുതലോടെ ഈ മണ്ണിൽ നടപ്പിലാക്കിക്കൊണ്ട് ഒരു ഗവൺമെന്റ് രാജ്യത്തിനും ലോകത്തിനും മാതൃകയായി കേരളത്തിലുണ്ട് എന്നത് നമുക്ക് അഭിമാനമാണ്. M. ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. KV വാസു, VT അമ്പു, V. ശങ്കരൻ, U. ഭാസ്കരൻ, TV കൃഷ്ണൻ നായർ, വിജയൻ അടുക്കാടൻ, A. പ്രാർത്ഥന, VK കരുണാകരൻ, P. ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മാധ്യമപ്രവർത്തകന് കെട്ടിവെക്കാനുള്ള തുക നൽകിയ സഹപ്രവർത്തകർ. മാധ്യമപ്രവർത്തകനും പയ്യന്നൂർ പ്രസ് ഫോറം ഭാരവാഹിയുമായ M. രാമകൃഷ്ണനാണ് തിരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക പ്രസ് ഫോറം കൈമാറിയത്. പയ്യന്നൂർ നഗരസഭ 8ാം വാർഡായ മുതിയലത്ത് നിന്നും ജനവിധി തേടുന്ന മാധ്യമപ്രവർത്തകനും പയ്യന്നൂർ പ്രസ് ഫോറം ഭാരവാഹിയുമായ M. രാമകൃഷ്ണന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക പ്രസ് ഫോറം കൈമാറി. ചടങ്ങിൽ പ്രസ് ഫോറം പ്രസിഡന്റ് P. സന്തോഷ് സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക കൈമാറി. സ്ഥാനാർത്ഥി M. രാമകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. പ്രസ് ഫോറം സെക്രട്ടറി T. ഭരതൻ, വിജയൻ തിരുവത്ത്, ഗണേഷ് പയ്യന്നൂർ, T. ബാബു പഴയങ്ങാടി, NM രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി തുമ്പോട്ട സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന തുമ്പോട്ട ഫെസ്റ്റ് 2025 PKD നമ്പ്യാർ സ്മാരക അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവം നവംബർ 19 മുതൽ നടക്കും. മുന്നോടിയായി വിളംബര ജാഥ നടത്തി. കടന്നപ്പള്ളി തുമ്പോട്ട സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന തുമ്പോട്ട ഫെസ്റ്റ് 2025 PKD നമ്പ്യാർ സ്മാരക അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവം നവംബർ 19, 20, 21 തീയതികളിൽ നടക്കും. മുന്നോടിയായി വിളംബര ജാഥ നടത്തി. കടന്നപ്പള്ളി ഈസ്റ്റ് LP സ്കൂളിന് സമീപത്തു നിന്നും ആരംഭിച്ച വിളംബര ജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു. 19 കാലം പറക്കണ്, 20 ആകാശം, 21 നേർക്കുനേർ എന്നീ നാടകങ്ങൾ അവതരിപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പ്രിയമുള്ളവരെ, അന്യന്റെ സുഖദുഃഖങ്ങൾ സ്നേഹത്തിന്റെ നേരടയാളങ്ങളാണ് ഓരോ ഗ്രാമങ്ങളും. ഗ്രാമീണ മനസ്സുകളെ അക്ഷരാർത്ഥത്തിൽ ആവേശം കൊള്ളിച്ച ചരിത്രമാണ് നാടക പ്രസ്ഥാനങ്ങൾ. തുമ്പോട്ട എന്ന ഗ്രാമത്തിൽ കടന്നപ്പള്ളി തുമ്പോട്ട വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ശിശുദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി കളി ചിരി കാര്യം പരിപാടി സംഘടിപ്പിച്ചു. പ്രവീൺ രുക്മ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. കടന്നപ്പള്ളി തുമ്പോട്ട വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ശിശുദിനാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി കളിച്ചിരി കാര്യം പരിപാടി സംഘടിപ്പിച്ചു. തുമ്പോട്ട KR ബാലൻ നമ്പ്യാർ സ്മൃതി മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും വജ്ര ജൂബിലി ഫെലോഷിപ്പ് ജേതാവുമായ പ്രവീൺ രുക്മ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തേജസ്വിനി സഹോദയ സ്കൂൾ കോംപ്ലക്സ് സംഘടിപ്പിച്ച ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് പയ്യന്നൂർ PES വിദ്യാലയ ഗ്രൗണ്ടിൽ നടന്നു. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത ടൂർണമെന്റിൽ 3 വിഭാഗങ്ങളിലായി മത്സരങ്ങൾ നടന്നു. പരിയാരം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ മുൻ ഫുട്ബോൾ താരം ഷാജി TP ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. അണ്ടർ 14 വിഭാഗത്തിൽ ചിന്മയ വിദ്യാലയം തളിപ്പറമ്പ് ചാമ്പ്യന്മാരായി. PES വിദ്യാലയം റണ്ണറപ്പായി. തളിപ്പറമ്പ് ചിന്മയ വിദ്യാലയത്തിലെ ശ്രീഹരി ശ്രീജിത്ത് മികച്ച കളിക്കാരനായി. അണ്ടർ 17 വിഭാഗത്തിൽ ചിന്മയ വിദ്യാലയം കാസർഗോഡ് കിരീടം നേടി. തളിപ്പറമ്പ് ചിന്മയ വിദ്യാലയം 2ാം സ്ഥാനത്തെത്തി. പയ്യന്നൂർ PS വിദ്യാലയത്തിലെ ശ്രീരംഗ അനിലിനെ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുത്തു. അണ്ടർ 19 വിഭാഗത്തിൽ കാസർഗോഡ് ചിന്മയ വിദ്യാലയം ചാമ്പ്യന്മാരായി. തളിപ്പറമ്പ് ചിന്മയ വിദ്യാലയം റണ്ണറപ്പായി. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിലെ അബ്ദുൾ റിഷാൻ മിഫ്താഹിന് മികച്ച കളിക്കാരനുള്ള പുരസ്കാരം ലഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
രാമന്തളി പഞ്ചായത്ത് 16-ാം വാർഡ് LDF കൺവെൻഷൻ വി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷനിൽ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് LDF 16-ാം വാർഡ് കൺവെൻഷൻ വി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ചും ഈ പെൻഷൻ ആദ്യം തന്നെ ഉണ്ടാവുന്നത് 1980-ലാണ്. 1980-ൽ സഖാവ് നായനാരുടെ ഗവൺമെന്റ് അധികാരത്തിൽ ഉണ്ടാവുമ്പോഴാണ് കർഷക തൊഴിലാളി പെൻഷൻ എന്ന നിലയിൽ കർഷക തൊഴിലാളികൾക്ക് 45 രൂപയാണ് അന്ന് പെൻഷനായിട്ട് കൊടുത്തത്. 45 എല്ലാവർക്കും അറിയാം. നമ്മുടെ കർഷക തൊഴിലാളി യൂണിയന്റെ ഒക്കെ ഭാഗമായി പ്രവർത്തിച്ച സഖാക്കളടക്കും. ബിന്ദു നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. VT വിജയൻ, 16-ാം വാർഡ് സ്ഥാനാർത്ഥി KP ദിനേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി K ശശീന്ദ്രൻ, PV വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് കമ്മിറ്റി ഭാരവാഹികളായി PK സത്യൻ, PP പവിത്രൻ, കൊച്ചരാഘവൻ, P സുഗുണൻ, PP സുകുമാരൻ, ശശിധരൻ കാട്ടൂർ എന്നിവരെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്വാതന്ത്ര്യ സമര സേനാനിയും കരിവെള്ളൂർ സമരത്തിന്റെ നേതൃനിരയിൽ പ്രവർത്തിച്ചിരുന്നയാളുമായ സദാനന്ദ പൈ സ്മാരക പുരസ്കാരം പെരളം AKG സ്മാരക വായനശാലയ്ക്ക് നൽകി. വായനശാല ഹാളിൽ നടന്ന പരിപാടിയിൽ CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ പുരസ്കാര സമർപ്പണം നടത്തി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രമുഖനും പ്രിയങ്കരനുമായ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. പ്രഗത്ഭനായ പാർലമെന്റ് അംഗമായിരുന്നു. വലിയൊരു പോരാളിയായിരുന്നു. ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കൊണ്ടും അറിയപ്പെട്ടു. എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. മലയാളിയുടെ രാഷ്ട്രീയ ചലനങ്ങളിൽ ആ പേരിന് എല്ലാ ദിവസവും എന്നോളം പ്രസക്തിയുണ്ട് എന്ന് നമുക്കറിയാം. സദാനന്ദ പൈ ഒരുപക്ഷെ വേണ്ടതുപോലെ അറിയപ്പെടാതെ പോയ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാതെ പോയ പേരുകളിലൊന്നാണ്. വലിയ ത്യാഗമനുഷ്ഠിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയും കരിവെള്ളൂർ സമരത്തിൻ്റെ നേതാക്കന്മാരിൽ ഒരാളായി അദ്ദേഹം പ്രവർത്തിച്ചു. വേറൊരു പേര് സ്വീകരിച്ചുകൊണ്ട് ദീർഘകാലം ജീവിതം നയിച്ചു. ജീവിതാവസാനത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് പാർട്ടി ആസ്ഥാനത്ത് അതിൻ്റെ സെക്രട്ടറിയൊക്കെ ആയി പ്രവർത്തിച്ചു എന്ന കാര്യമൊക്കെ ഇവിടെ വിശദീകരിച്ചു. നവമാധ്യമങ്ങളിലെ അമിത ഇടപെടലുകളിൽ നിന്നും കുട്ടികളെ മാറ്റി നിർത്താൻ പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ വായനശാലകൾ തയ്യാറാകണമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ MP അഭിപ്രായപ്പെട്ടു. സ്വാതന്ത്ര്യ സമര സേനാനിയും കരിവെള്ളൂർ സമരത്തിന്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുകയും CPI സംസ്ഥാന കൗൺസിൽ ഓഫീസായ തിരുവനന്തപുരം MN സ്മാരകത്തിൽ ദീർഘകാലം ഓഫീസ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന സദാനന്ദ പൈയുടെ പേരിൽ നൽകിവരുന്ന സദാനന്ദ പൈ സ്മാരക പുരസ്കാരം പെരളം AKG വായനശാലയ്ക്ക് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്ഘാടനവും പുരസ്കാര വിതരണവും അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ നിർവഹിച്ചു. സാമൂഹിക സാംസ്കാരിക രംഗത്ത് ജനകീയ ഇടപെടലുകളിലൂടെ നടത്തുന്ന വിവിധങ്ങളായ പരിപാടികളും സ്ത്രീകൾ, കുട്ടികൾ, വയോജനങ്ങൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുകയും അതുവഴി നാടിന്റെ സമഗ്ര കൂട്ടായ്മ ലക്ഷ്യമിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളും പരിഗണിച്ചാണ് AKG വായനശാലയ്ക്ക് അവാർഡ് നൽകിയത്. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ചടങ്ങിൽ സദാനന്ദ പൈ സാംസ്കാരിക സമിതി ചെയർമാൻ K വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. K അസീസ്, C ബാലകൃഷ്ണൻ, MV രാഘവൻ, M സതീശൻ, മധു PV, ലിമേഷ് NV, കരിവെള്ളൂർ രാജൻ, സുനിൽകുമാർ N തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ സദാനന്ദ പൈയുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. തുടർന്ന് പെരളം AKG വായനശാല വനിതാ വിഭാഗം അവതരിപ്പിച്ച ലഹരി വിമുക്ത ബോധവൽക്കരണ യോഗ പ്രദർശനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മണക്കാട്ട് നടന്നു. CPIM പെരളം സൗത്ത് ലോക്കൽ സെക്രട്ടറി C ബാലകൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മണക്കാട്ട് രക്തസാക്ഷി സ്മാരക വായനശാല ഹാളിൽ നടന്നു. CPIM പെരളം സൗത്ത് ലോക്കൽ സെക്രട്ടറി C ബാലകൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് 99 സീറ്റ് നേടി അധികാരത്തിൽ എത്താൻ സാധിച്ചത് അത് ഒരു തുടർ ഭരണം എന്നുള്ള നിലയിൽ നമുക്ക് വലിയ വികസന പ്രവർത്തനങ്ങളിൽ നമുക്ക് അനുഭവവേദ്യമാക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എതിരാളികൾക്ക് പോലും തർക്കമില്ലാത്ത കാര്യമാണ് എന്ന് സൂചിപ്പിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് നമുക്കറിയാം. അധികാര വികേന്ദ്രീകരണം സംബന്ധിച്ച് അധികാര വികേന്ദ്രീകരണത്തിന് എപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനം മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്. പലപ്പോഴും ഈ അധികാര വികേന്ദ്രീകരണ പ്രവർത്തനത്തിൽ അതിനെ പുറകോട്ട് വലിക്കുന്ന നടപടികളുമായിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ സംസ്ഥാനം ഭരിച്ച UDF ഗവൺമെന്റിന്റെ പ്രവൃത്തി നമ്മുടെ മുമ്പിലുണ്ട്. കാരണം ഏത് സമയത്തും അധികാരം കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത്.
TTV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PV ചന്ദ്രൻ മാസ്റ്റർ, MV അപ്പുക്കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി KV പ്രീത, 3ാം വാർഡ് സ്ഥാനാർത്ഥി P വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. P വിജയകുമാറിന് കെട്ടിവെക്കാനുള്ള തുക കർഷക സംഘം കരിവെള്ളൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റി നൽകി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി MV രാഘവൻ പ്രസിഡന്റായും PV ചന്ദ്രൻ മാസ്റ്റർ സെക്രട്ടറിയായും കമ്മിറ്റി രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ബാലസംഘം കണ്ണൂർ ജില്ലാതല മമതാ മഹോത്സവം പെരളം കൈരളി വായനശാല ഹാളിൽ നടന്നു. ബാലസംഘം സംസ്ഥാന പ്രസിഡന്റ് പ്രവിഷ പ്രമോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം കണ്ണൂർ ജില്ലാതല മമതാ മഹോത്സവം പെരളം കൈരളി വായനശാല ഹാളിൽ നടന്നു. ബാലസംഘം സംസ്ഥാന പ്രസിഡന്റ് പ്രവിഷ പ്രമോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചോറ് ഇഷ്ടമാണ്, തിന്നോ? ബിരിയാണി തിന്നോ? ഫ്രൈഡ് റൈസ് തിന്നോ? പാസ്ത തിന്നോ? പിസ്ത പറഞ്ഞത് ഞാൻ പാസ്ത ഒന്ന് കേട്ടേട്ടാ. മന്തി തിന്നോ? ഇത്രയോ? ഫ്രൂട്ട്സ് എല്ലാം ഇഷ്ടമാണ്, തിന്നോ? കഴിഞ്ഞോ? കുഴിമന്തി, മന്തി ഇഷ്ടമാണ്. ബർഗർ, നമുക്കിതെല്ലാം ഇഷ്ടല്ലേ? ഇങ്ങനത്തെ നമുക്ക് ഇഷ്ടമാണ്. പണ്ട് ഇതൊന്നും ഉണ്ടായിട്ടില്ല. പണ്ട് നമ്മുടെ അച്ഛനുള്ള അമ്മകളൊക്കെ ചോദിച്ചാൽ ഇതൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയില്ല, ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ വേണ്ടി പറ്റിയില്ല, ഇഷ്ടപ്പെട്ട ആഭരണം ധരിക്കാൻ വേണ്ടി പറ്റിയില്ല. ആഭരണം എന്നുള്ളത് ജാതി പേരുടെ അടയാളമായിരുന്നു കാലത്ത്. കല്യമാല എന്നുള്ളത്. ജില്ലാ പ്രസിഡന്റ് സൂര്യ കെ അധ്യക്ഷത വഹിച്ചു. ഗോകുൽ MP, ആദിത്, റിതിൻ KV തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം നേടിയ അക്ഷിതയെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. തുടർന്ന് പെരളം ദേശീയ കലാസമിതി വനിതാ പ്രവർത്തകരുടെ നൃത്തം അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത BLO ഏറ്റുകുടക്കയിലെ അനീഷ് ജോർജിന്റെ മൃതദേഹം അന്ത്യോപചാര ചടങ്ങുകൾക്ക് ശേഷം അടക്കം ചെയ്തു. അനീഷ് ജോർജിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും നാട്ടുകാരും ബന്ധുക്കളും ഏറ്റുകുടക്കയിലെ വീട്ടിലെത്തി. നിർബന്ധപൂർവ്വം SIR നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികളുടെ ഇരയാണ് BLO അനീഷ് ജോർജ് എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. ഏറ്റുകുടക്കയിൽ BLO ആത്മഹത്യ ചെയ്തത് CPMന്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നെന്ന് BJP. അനീഷിന്റെ മരണം CPIMന്റെ മേൽ ചാരി രാഷ്ട്രീയ മുതലെടുപ്പിന് ചിലർ ശ്രമിക്കുന്നുവെന്ന് CPIM. ഓരോ ദിവസവും മാറ്റങ്ങൾ കൊണ്ടുവന്ന് BLOമാരെ അധികൃതർ വശം കെടുത്തുന്നുവെന്ന് BLO കൂട്ടായ്മ. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് കരിവെള്ളൂരിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് പാർട്ടി വിട്ടു. കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സന്തോഷ് കുണിയനാണ് കരിവെള്ളൂർ 14ാം വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ BJP പ്രീണനം ആരോപിച്ച് കോൺഗ്രസ് വിട്ടത്. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആരാധനാ മഹോത്സവത്തിന് തുടക്കമായി. TI മധുസൂദനൻ MLA സാംസ്കാരിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം M മുകേഷ് MLA ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.